പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബയോടിപ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് എക്സാം വളരെ അടുത്തെത്തി കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഈ നീറ്റ് എക്സാം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് പേപ്പറാണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റുകളിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം ശരി ഉത്തരം അതേ ചോദ്യപേപ്പറിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഒരു ഉത്തരം മാത്രമേ ശരിയുള്ളൂ എന്നും കൂടെ 3 ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ തെറ്റായ ഓപ്ഷനുകൾ കൂടെ ഉണ്ട് എന്നും നിങ്ങൾക്കറിയാം. മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ബുദ്ധിമുട്ടുള്ള വശം ആ ഓപ്ഷനുകൾക്കിടയിൽ നിന്നും ശരി ഉത്തരം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ശരി ഉത്തരം എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താമെന്നും അതോടൊപ്പം തന്നെ നമ്മൾ ശരിക്ക് പ്രിപ്പയർ ചെയ്യാത്ത ഭാഗത്തു നിന്ന് പോലും ചിലപ്പോൾ ആൻസർ ചെയ്യാൻ മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നൊരു വീഡിയോ ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ മുഴുവൻ പ്രയോജനവും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പരീക്ഷയെ നേരിടാം. ഒന്നും ഓർമ്മ വരുന്നില്ല എന്നുള്ളതൊക്കെ മനസ്സിൻ്റെ ഓരോ തോന്നലുകൾ മാത്രമാണ്. പരീക്ഷ അടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ചില തോന്നലുകളൊക്കെ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. സധൈര്യം മുന്നോട്ട് പോവുക, ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയായാൽ 4 മാർക്ക് തന്നെയാണ് എന്നറിയുക. ഞാൻ ആരെയും കളിയാക്കിയതല്ല. ചില ആളുകൾക്കൊരു ചിന്തയുണ്ട്, എളുപ്പമുള്ളതിന് മാർക്ക് കുറവും ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ളത് ചെയ്താൽ മാർക്ക് കൂടുതൽ കിട്ടുമെന്നൊക്കെയുള്ള ചിന്തയുണ്ട്. ഫിസിക്സിന് കൂടുതൽ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എത്ര കൂടുതൽ ശരി ഉത്തരങ്ങൾ ചെയ്യുന്നോ, എത്ര കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നോ, അത്ര കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബയോളജി എന്നോ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ എളുപ്പമുള്ളതെന്നോ ബുദ്ധിമുട്ടുള്ളതെന്നോ നോട്ടമൊന്നും നീറ്റിനില്ല എന്നുള്ള കാര്യം മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന വിഷയം നിങ്ങൾക്കേതാണോ അത് ആദ്യം ചെയ്യുക. എളുപ്പമുള്ള വിഷയം നമ്മൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ബയോളജി 1 മിനിറ്റ് കൊണ്ട് 2-3 ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്ത് തീർത്തുകൊണ്ട് പോവുകയാണെങ്കിൽ സമയലാഭം ഉണ്ടാവും. ആ സമയം നമ്മൾക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ആദ്യം തന്നെ തുടങ്ങണമെന്ന് പേഴ്സണലി എൻ്റെ അഡ്വൈസ് ബയോളജിയാണ്. കാരണം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ബയോളജി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൂടാതെ അതിനുശേഷം കെമിസ്ട്രി തുടങ്ങുക, അവസാനത്തിലേക്ക് ഫിസിക്സിനെ മാറ്റുന്നതാണ് പൊതുവെ ബുദ്ധിപരം. അതിന് ഒരു കാരണം കൂടി പറയട്ടെ. നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ഒരു മാർക്കിൻ്റെ ടൈ ഒക്കെ വരികയാണെങ്കിൽ, ഒരുപാട് ആൾക്കാർക്ക് ഒരേ മാർക്ക് വരികയാണെങ്കിൽ റാങ്കിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബയോളജി ആരാണ് ശരിയാക്കിയത് എന്നാണ് നോക്കുക. അതിനുശേഷം കെമിസ്ട്രിയിൽ കൂടുതൽ സ്കോർ ചെയ്തത് ആരാണെന്നാണ് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രയോറിറ്റി കൂടുതൽ കിട്ടുക ബയോളജിക്കും കെമിസ്ട്രിക്കുമാണ്. അപ്പോൾ ആദ്യം അത് വൃത്തിക്ക് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ വക നേട്ടങ്ങളുണ്ട് എന്ന് മറക്കരുത്. പിന്നെ എളുപ്പമുള്ള വിഷയം തുടങ്ങുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണും. ഓർക്കുക, എളുപ്പമുള്ള വിഷയങ്ങളിലും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലും എളുപ്പമുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. ആ എളുപ്പമുള്ള വിഷയത്തിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ കണ്ട് നിങ്ങൾ പകച്ച് നിൽക്കണ്ട. അതൊക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയത്തിൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ബാലൻസ് ചെയ്ത് പൊക്കോളും. കോൺഫിഡൻസ് കൂടുന്നുണ്ടല്ലോ. കൂടാതെ ഈ പറയുന്ന ടിപ്സൊക്കെ വരും ദിവസങ്ങളിലുള്ള മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുന്നതായിട്ട് കാണാം. ഇനി പ്രത്യേകമായി പറയാനുള്ള കാര്യം, ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഓപ്ഷൻസ് മറച്ചു പിടിച്ച് വായിക്കുക. ചോദ്യം മനസ്സിലാക്കിയ ശേഷം മാത്രം ഓപ്ഷൻസ് തുറന്ന് വായിക്കുക. വേറൊന്നുമല്ല, നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഓപ്ഷൻസ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഓപ്ഷൻസ് കണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വഴിതെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് വായിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ വായിക്കുമ്പോൾ മനസ്സിരുത്തി ഒരു 2 ആവർത്തിയെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വായിക്കുക. കാരണം തിരക്കിനിടയിൽ നോട്ട് കറക്റ്റ്, ഇൻകറക്റ്റ് പോലുള്ള സംഭവങ്ങൾ കറക്റ്റ് എന്നൊക്കെ ആൾക്കാർ വായിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ ഒരു ചോദ്യത്തിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും മികച്ച ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ ഓപ്ഷനും വായിച്ചിരിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കാം, പക്ഷേ അതിലെ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കണം ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള ആൻസർ. അതുകൊണ്ട് മുഴുവൻ വായിക്കാതെ ഒരിക്കലും നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകരുത്. ഈ തിരക്കിനിടയിൽ
ചോദ്യ നമ്പറുകൾക്ക് നേരെ കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. മാറി ആൻസർ ചെയ്താൽ നിങ്ങൾക്കറിയാം ഒരു ചെറിയ വര പോലും നിങ്ങളുടെ മാർക്കിനെ കുറയ്ക്കും എന്നുള്ള കാര്യം മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം വായിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് തോന്നുന്ന ഒരു ചോദ്യത്തിൻ്റെയും പിന്നാലെ പോയി സമയം ഒരു നിലക്കും കളയരുത്. അതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങൾക്കത് ആ കാരണങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നില്ല. അതിലൊന്നാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ സമയനഷ്ടമാണ്. അപ്പം മാർക്കും നഷ്ടമാവും. പിന്നെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആ ചോദ്യത്തിന് പിന്നാലെ പോയി നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ ഉത്തരമാണ് കിട്ടിയെങ്കിൽ ഭീമമായ നഷ്ടമാണ്. ഇനി അതിലും രസകരമായ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ എത്തി നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ മുന്നോട്ടുള്ള ചോദ്യങ്ങളിൽ മുമ്പത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കുള്ള ഏതെങ്കിലും സൂചനകൾ വരെ ഉണ്ടാവും. അപ്പോൾ പിന്നെ സന്തോഷം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് തോന്നുന്ന ചോദ്യങ്ങളെ അപ്പം അവിടെ വിട്ടിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ എളുപ്പമുള്ള എല്ലാ ചോദ്യങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾ നേരത്തെ ചെയ്യാതെ വിട്ട ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വന്ന് അതും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ചിലപ്പോൾ നമ്മൾക്ക് ഉത്തരം അറിയാത്ത വിഷയത്തിൽ ധാരണയില്ലാത്ത സംഭവങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾക്ക് ഉത്തരം അറിയാൻ പറ്റും. കാരണം ചോദ്യത്തിനെ പറ്റി നമ്മൾക്ക് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ അകത്തുള്ള 2-3 ഓപ്ഷൻസ് നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ പിന്നെ നമ്മൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടില്ല. ആ ഓപ്ഷനുകളല്ല എന്ന് നമ്മൾക്ക് ബോധ്യം വന്നാൽ നമുക്കറിയാത്ത ഓപ്ഷനായിരിക്കും ആൻസർ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അറിയില്ല എന്ന് തോന്നുന്ന ചോദ്യവും അതിൻ്റെ ഓപ്ഷനുകളും വായിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഒഴിവാക്കാവൂ. പിന്നെ ഇതൊക്കെ പറ്റാവുന്നത്ര വേഗത്തിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സമയത്തിനെ പറ്റിയുള്ള ആദ്യം ഒഴിവാക്കി സമാധാനപരമായിട്ട് പരീക്ഷ എഴുതാം. പിന്നെ പറ്റാവുന്നിടത്തോളം ഗസ് വർക്ക് ഒഴിവാക്കുക. കാരണം നെഗറ്റീവ് മാർക്കുള്ളതാണ് എന്നുള്ള കാര്യം മറക്കരുത്. തെറ്റിയാൽ 5 മാർക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. കൂടാതെ എല്ലാ ചോദ്യങ്ങളും ശരിയാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാദ്യമേ ഉറപ്പിക്കുക. ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമാണ്, നാഷണൽ ലെവൽ എക്സാമാണ്. ആയതുകൊണ്ട് മുഴുവൻ സ്കോർ ചെയ്യാൻ പറ്റില്ല. വളരെ അപൂർവം കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ സാധ്യമാവാറുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് 1-2 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നാൽ പോലും അതിൽ പതറേണ്ട കാര്യമേ ഇല്ല. പിന്നെ ലക്ഷക്കണക്കിന് പേര് എക്സാം എഴുതുന്നുണ്ടെങ്കിലും നമുക്ക് ഒരേ ഒരു സീറ്റ് മാത്രമാണ് വേണ്ടത് എന്ന് മനസ്സിലുറപ്പിക്കുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, എങ്ങനെ പഠിക്കുന്നു, അവരെങ്ങനെ പരീക്ഷ എഴുതുന്നു എന്നൊക്കെ നൺ ഓഫ് യുവർ ബിസിനസ്. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. മനസ്സിൽ ടെൻഷനുള്ള ആൾക്കാരോടും അതേപോലെ തന്നെ വളരെ കുറച്ച് പഠിച്ച ആൾക്കാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ലക്ഷ്യം MBBS ആണെങ്കിൽ മുൻ വർഷങ്ങളിൽ 600 മാർക്ക് കിട്ടിയ ആൾക്കാർക്ക് എല്ലാം തന്നെ മെഡിക്കലിന് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ 150 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതിയാൽ പോലും നിങ്ങൾക്ക് കിട്ടാനുള്ള മാക്സിമം സാധ്യത നിലവിലുള്ള ഒരവസ്ഥയിലുണ്ട്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്നെനിക്കറിയില്ല. അതായത് 180 ക്വസ്റ്റ്യൻസിൽ 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 30 എണ്ണം നിങ്ങൾ ഒഴിവാക്കിയാൽ പോലും അടുത്ത വർഷത്തെ മെഡിക്കൽ സീറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് മനസ്സിലാക്കുക. ബയോളജി പോലുള്ള വിഷയങ്ങളിൽ അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിലും ആ ഓപ്ഷനുകളോ ചോദ്യങ്ങളിലോ ഉള്ള ടേംസ് ഉപയോഗിച്ച് പേര് വെച്ചിട്ടുള്ള കണക്ഷനുകൾ ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. പിന്നെ എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനുകളിലും നിങ്ങളുടെ ബുദ്ധി പരീക്ഷയേക്കാളേറെ നിങ്ങളുടെ വൈകാരിക ബുദ്ധിയെയാണ് പരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം സംഭരിക്കേണ്ടത് ധൈര്യമാണ്. ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ പരീക്ഷ എഴുതാൻ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ധൈര്യത്തോടെ പരീക്ഷ എഴുതാൻ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരീക്ഷയ്ക്കാണ് നിങ്ങൾ കഷ്ടപ്പെട്ടതെന്നും നിങ്ങളുടെ സ്വപ്നമാണ് ഇതെന്നും ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ എന്തൊക്കെ നഷ്ടപ്പെടുമെന്നും ചിന്തിക്കുക. അപ്പോൾ താനേ നമ്മൾക്കൊരു വാശി വരും, ധൈര്യം വരും, നേടണമെന്നുള്ള ആഗ്രഹം കൂടുതലാവും. അപ്പോൾ നമ്മൾക്ക് സധൈര്യം പരീക്ഷ എഴുതിയിട്ട് പോരാം. അങ്ങനെ പരീക്ഷ എഴുതിയാൽ ഉറപ്പായും നിങ്ങളെ വിജയം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതേപോലുള്ള ടിപ്സ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നീറ്റുമായി ബന്ധപ്പെട്ട ഇനിയും വീഡിയോകൾ വരും ദിവസങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ബൈ.